ജീവിച്ചിരിക്കുന്നവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അവർക്കൊക്കെ വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അവർ രക്ഷപ്പെടണമെന്നും അവർ കർത്താവിനെ അറിയണമെന്നും അവർ പരിപൂർണ വിശുദ്ധിയിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരം ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ മരണം മൂലം വേർപെട്ടു പോയവരും നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവിനോടുള്ള പരിപൂർണമായ ഐക്യത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അവന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിലും ഒക്കെയാണ് അവരുടെ ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ദൗത്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധരുടെ മാധ്യസ്ഥം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് അവരുടെ ശുദ്ധീകരണം സാധ്യമാകുന്നത് പോലെ തന്നെ അവർ നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിക്കും.